ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട കഥയാണ്. ഒരുപക്ഷെ ചെറുപ്പക്കാരായ എന്റെ സഹോദരന്മാർ സഹോദരികൾ ഒരുപാടുണ്ട്. കേട്ടതെങ്കിലും ഒരു റിപ്പീറ്റേഷൻ എന്ന് വിചാരിച്ചോ. റിട്ടയർ ചെയ്യേണ്ട സമയമായ ഒരു CEO അപ്പൊ പറഞ്ഞു എനിക്ക് അതിന്റെ നമ്പർ 2 അടുത്ത CEO തെരഞ്ഞെടുക്കണം, അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എല്ലാവരെയും വിളിച്ചു, CEO ആവാൻ യോഗ്യതയുള്ള എല്ലാവരും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാ കുറച്ച് വിത്ത് നിങ്ങൾ കൊണ്ടുപോകാം, ഞാൻ 1 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും വിളിക്കും. ഇതിൽ ഏറ്റവും നന്നായിട്ട് വളർന്ന ചെടി ആര് കൊണ്ടുവന്നു അവനായിരിക്കും നമ്മുടെ CA. അപ്പോ ഇതിൽ ബിൽ എന്നൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. എല്ലാവരും പോലെ അദ്ദേഹം എടുത്തുകൊണ്ട് പോയി, വിത്ത് വീട്ടിൽ കൊണ്ടുപോയി വെള്ളമൊഴിച്ചു. ഈ വിത്ത് വളരുന്നില്ല. അദ്ദേഹം ബുദ്ധിമുട്ടി, ഭാര്യയോട് പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും, വിത്ത് വളരുന്നില്ല. അവസാനം ആ ദിവസം വന്നു. ബാക്കിയുള്ള എല്ലാവരും ഈ ചെടിച്ചട്ടിയായിട്ട് അവിടെ ചെല്ലും. അടുത്ത CEO അവിടെ. ബിൽ മാത്രം ഇത് വളരാത്ത ചട്ടിയുമായിട്ട് അവിടെ ചെന്നു. അപ്പോ ബാക്കി എല്ലാവരും നല്ല നല്ല ഭംഗിയുള്ള ചെടികളായിട്ട് വളർന്ന് അയക്കണം കൊണ്ടുപോയിരുന്നു. അപ്പോ CEO അവരന്വേഷണം പറഞ്ഞ അയ്യോ ഈ ബില്ലിന്റെ കണ്ടിലെ വെറും ചെടിച്ചട്ടിയായിട്ടാ വന്നിട്ടുള്ളൂ. ഞാൻ നാടൻ ഭാഷയിലേക്ക് മാറി, അയ്യോ ചെടിച്ചട്ടിയായിട്ടാ മാറിയിട്ടുള്ളത് വന്നിട്ടുള്ളത്. ഇവരെന്ത് ഭ്രാന്തനാണ്, കണ്ടില്ലേ ഞങ്ങളൊക്കെ വളർന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു ഞാൻ അടുത്ത CEO ആയി ബില്ലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവരും ഞെട്ടി, കാരണം എല്ലാവരും നല്ല ചെടികൾ കൊണ്ടാ വന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നത് ഒരിക്കലും വളരാത്ത വിത്തുകളായിരുന്നു. നിങ്ങളത് പരീക്ഷിച്ച് ജയിക്കുന്നവർക്ക് നിങ്ങൾ വേറെ വിത്ത് കൊണ്ടുവന്നിട്ട് അത് ചെടികളാക്കി മാറ്റി. പക്ഷെ ബില്ല് എന്താ ചെയ്തത്, അതേമാതിരി തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. സോ ഈസ് ഓണസ്റ്റ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സത്യസന്ധനും വിശ്വസ്തനുമായ ആളാണ് വിജയിച്ച കച്ചവടക്കാരൻ.